എനിക്ക് മെയിനായിട്ട് പറയാനുള്ള വലിയ അഴിഞ്ഞാട്ടാണ്. ഒരു വിധവ എന്ന് പറഞ്ഞ് കിടന്ന് കാണിക്കുന്ന കാട്ടായം ഉണ്ടല്ലോ, നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്. ഒരുപാട് വിധവകളുണ്ട് ഈ ലോകത്ത്. കൂലിപ്പണിക്ക് പോയിട്ടും മറ്റുള്ളവരുടെ വീട്ടിൽ പണിക്ക് പോയിട്ടും തൊഴിലുറപ്പിന് പോയിട്ടും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ആ കുഞ്ഞിന് 6 വയസ്സേ ഉള്ളൂ. അതിനെ ഞാൻ മേക്കപ്പ് ബ്യൂട്ടി പാർലറിൽ കൊണ്ട് മേക്കപ്പ് ഇടിപ്പിച്ചിട്ടാണോ ഞാൻ വീട്ടിൽ ഇരുത്തേണ്ടത് കുഞ്ഞിന്? ഇതൊരു മനുഷ്യരാടേ. അങ്ങനെ ഇരുന്നു. നെഗറ്റീവ് വരുന്ന വരട്ടെ. ഈ നെഗറ്റീവ് പറയുന്നവർക്ക് നെഗറ്റീവ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു രേണുസുതിയുടെ കണ്ടന്റ് തന്നെയാണ്. താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. എന്തായാലും രേണുസുതിക്കെതിരായിട്ട് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം അവർക്കൊക്കെ പറയാനുള്ളത് ഈ രേണുസുതിയുടെ ഈ ഒരു അഴിഞ്ഞാട്ടത്തെ കുറിച്ച് തന്നെയാണ്. എന്തായാലും ഒരുപാട് സ്ത്രീകളാണ് ഇപ്പൊ ഈ രേണുവിനെതിരായിട്ട് പല യൂട്യൂബേഴ്സിനെയും വിളിച്ച് സംസാരിക്കുന്നതിന്റെ വോയിസുകൾ പുറത്തു വരുന്നത്. എന്തായാലും അതിലൊരു സ്ത്രീ കുറെ അധികം കാര്യങ്ങൾ ഈ രേണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം. രേണുസുതിയുടെ കാര്യം തന്നെയാണ്. നമ്മൾ മടുത്തു പോകണം ഈ സ്ത്രീനെ കൊണ്ട്. ഇവര് ഈ സമൂഹത്തിൽ എന്താ കാണിച്ചു കൂട്ടണേന്ന് നമുക്ക് തന്നെ തലയ്ക്ക് വട്ടുപിടിക്കുന്നത്. ഇവരെ പൊക്കിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ കുറെ ഓൺലൈൻ മീഡിയയും കുറച്ച് ആൾക്കാർ. ഇവർക്കൊരു കൾച്ചർ ഇല്ലാത്ത സ്ത്രീയാണ്. ഒരു സൊസൈറ്റിയിൽ എന്താ പറയണത്, എന്താ പ്രവർത്തിക്കണമെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇവർക്കെന്തോ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി സ്ത്രീക്ക്. ഇവര് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള വലിയ അഴിഞ്ഞാട്ടാണ്. ഒരു വിധവ എന്ന് പറഞ്ഞ് കിടന്ന് കാണിക്കുന്ന കാട്ടായം ഉണ്ടല്ലോ, നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്. ഒരുപാട് വിധവകളുണ്ട് ഈ ലോകത്ത്. കൂലിപ്പണിക്ക് പോയിട്ടും മറ്റുള്ളവരുടെ വീട്ടിൽ പണിക്ക് പോയിട്ടും തൊഴിലുറപ്പിന് പോയിട്ടും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെയാണ് നമ്മൾ ശരിക്കും ഒന്ന് തൊഴേണ്ടത്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ പ്രശ്നങ്ങളെ അവരുടെ വിഷമങ്ങളെ അതിജീവിച്ച് അവർ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. എന്നിട്ട് ഇവരെ പൊക്കി പിടിച്ചു നടക്കുന്ന ആൾക്കാർ പറഞ്ഞു ഇവരാണ് ഭയങ്കര നെഗറ്റീവിൽ നിന്ന് വന്ന ആള്, ഇവർ നെഗറ്റീവ് കമന്റിനെയൊക്കെ അതിജീവിച്ച് വന്ന സ്ത്രീയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്ത് കാര്യത്തിന് ഈ സ്ത്രീനെ എല്ലാവരും കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണം? ഇവര് വിധവകൾക്കെന്നല്ല, സ്ത്രീകൾക്ക് തന്നെ ഇവർ അപമാനമാണ് ഈ രേണുസുതി. ഇവരോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഇവരോട് ചെലവിന് തരാൻ. ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കൈക്കോ കാലിനോ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടോ? ഇല്ല. ബുദ്ധിക്ക് കുഴപ്പമുണ്ട്. അതിപ്പോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ബുദ്ധിക്ക് കുഴപ്പമുണ്ടെന്നുള്ളത്. കൈയും കാലില്ലാത്ത മനുഷ്യർക്ക്, ഞാനൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ ബസ്സിലൊക്കെ ഓരോരുത്തർ ടിക്കറ്റ് കൊണ്ട് നടക്കുന്ന കാണണം. ലോട്ടറി ടിക്കറ്റും അല്ലാത്ത സാധനങ്ങളെ കൊണ്ട്. അവർക്കൊന്നും കൈയോ ഒരു കാലോ ഒന്നുമില്ല, എന്നാലും അവർ അതിനെ അതിജീവിച്ച് ജീവിക്കുന്ന അതൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും, ദൈവമേ ഈ മനുഷ്യന്റെ അവസ്ഥ. അവർക്ക് എന്നും ദൈവം കൂടെ ഉണ്ടാവും. അതൊന്നും ഈ രേണുസുതിക്കുന്നല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഇങ്ങനെ അഴിഞ്ഞാടണം. എപ്പോൾ നോക്കിയാലും ആണുങ്ങളുടെ കൂടെ കിടന്ന് അഴിഞ്ഞാടുവാണ്. എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ സൂചിച്ചേണ്ട ആ മരിച്ചുപോയ കലാകാരന്റെ പേര് വരെ ഇവൾ കളഞ്ഞു. അയാൾ മരിച്ചുപോയിട്ട് അയാളെ പറ്റി ഒരാൾ പോലും ഇപ്പൊ നല്ലത് പറയുന്നില്ല. സത്യം പറഞ്ഞാൽ കഷ്ടമുണ്ട്. അയാളൊരു മോനുണ്ട്, അത് അതിലും വലിയ വൃത്തികെട്ട ഒരു സാധനം. അവന് കുറെ കാശ് മതി. അച്ഛന്റെ പേര് നശിപ്പിച്ചാണ് അവന് കാശ് കൊണ്ടേ കൊടുക്കണമെന്ന്, ഈ പുള്ളിക്കാരി കാശ് കൊണ്ടേ കൊടുക്കണമെന്ന് അവന് തിരിച്ചറിവുണ്ടായിട്ട് അവനത് കാണാത്ത മാതിരി അഭിനയിക്കുകയാണ്. അവന്റെ അച്ഛന്റെ പേര് സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറി പെണ്ണുപിടി എന്നുള്ള ലേബലിലാക്കി വെച്ചവര്. സുധിയുടെ വീട്ടുകാർ പോലും നിയന്ത്രിക്കുന്നില്ലല്ലോ. അവർക്കെല്ലാം കാശ് മതിയായിരിക്കും. ഇവിടെ 2 കുട്ടിയെ കൊടുത്തിരുന്ന നല്ലൊരു ആണുങ്ങളില്ലാത്തതുകൊണ്ട് ഇവരുടെ കൂടെ നടക്കുന്നതെല്ലാം ചുമ്മാ മൊണ്ണകളാണ്. എന്ത് അഹങ്കാരമാണ് ഈ സ്ത്രീക്ക്. സഹായിച്ചവരെല്ലാം ഈ സ്ത്രീ അങ്ങും ഇരുന്ന് കുറ്റം പറയുന്നു, അവർക്കെതിരെ ഇരുന്ന് പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്നു. എന്നിട്ടും ഇവരെയൊക്കെ ഇനോഗ്രേഷൻ വിളിച്ചേക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ആ കടയൊന്നും ഞങ്ങളും മനുഷ്യപ്പറ്റുള്ള ഒരാൾ പോകത്തില്ല. കാരണം ഇവളിങ്ങനെ ഇനോഗ്രേഷൻ ചെയ്ത് വരുന്ന കടയിൽ എന്തിനാണ് നമ്മൾ പോകുന്നത്? ഒരു വൈദികനെ ഇവൾ അപമാനിച്ചു, എന്നിട്ട് ഇവിടെ അമ്പലത്തിലേക്കൊക്കെ വിളിച്ചു ഓരോരുത്തർ ഇനോഗ്രേഷൻ. എന്ത് കാര്യത്തിന്? ഇവൾ എന്ത് നന്മയാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ഇനി ഇവള് പറയുന്നത് എപ്പോഴും ഒരു കാര്യമാണ്, ഇവർക്ക് ചെലവിന് ഇവിടെ വീട്ടിലിരിക്കും, ഇവർക്ക് ചെലവിന് കൊണ്ടേ കൊടുക്കും, ഇവരുടെ മക്കളുടെ കാര്യം നോക്കുന്നു. ഇവള് ഇപ്പൊ മക്കളുടെ കാര്യം നോക്കുന്നുണ്ടോ? അഴിഞ്ഞാടുമല്ലേ ചെയ്യുന്നത്. ഒരു ആൽബം പിടുത്തമെന്ന് പറഞ്ഞ് എന്തോരം ആൽബങ്ങളുണ്ട്. 2000-ലൊക്കെ ഇറങ്ങി എന്തോരം ആൽബങ്ങൾ ഇപ്പോഴും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. ഇവരുടെ ആൽബം മാത്രം ആരും കേൾക്കാനും പോലെ കാണാനും പോലെ. കാരണം അതിനകത്ത് തന്നെ അഴിഞ്ഞാട്ട ചുമ്മാ ഏപ്പടം കാണുന്ന പോലെ. പിള്ളേരുടെ കയ്യിൽ ഫോൺ പോലും കൊടുക്കാൻ പറ്റില്ല. അതും നമുക്ക് ഫോൺ തുറക്കാൻ വലിയവർക്കും തുറക്കാൻ പറ്റും. ഇവളാണ് എല്ലാ ദിവസവും കൂടെ ഒരു വീഡിയോ കാണും. നോട്ട് ഇൻട്രസ്റ്റ് അടിച്ച് മടുത്ത് എന്നാലും വന്നോണ്ടിരിക്കും ഇവിടെ വീഡിയോസ്. എന്ത് കഷ്ടമാണ് ഈ സ്ത്രീ. എന്താ ഈ സൊസൈറ്റിയിൽ കാണിച്ചു കൊടുക്കണമെന്ന് അറിയോ? മറ്റുള്ളവർക്ക് എന്ത് ഭ്രാന്തെന്ന് അറിയോ? ഫോൺ നമ്മുടെ സ്വന്തമായിപ്പോഴല്ലേ, എറിഞ്ഞു പിടിച്ച് കളയായിരുന്നു. ഇവർ പറഞ്ഞൊരു കാര്യം, ഇവർ വീട്ടിൽ ഇരിക്കുക, അവരുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നു. മൂത്ത മോന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഫ്ലവേഴ്സാ. ഇവർക്ക് അതിന് പണം ചെലവാക്കണ്ട, പഠിപ്പും കാര്യങ്ങളെല്ലാം അതാ നോക്കുന്നത്. പിന്നെ ഉള്ള ഇളയ മോനാ. ഇവർക്ക് റേഷൻ കടയിൽ അരി കിട്ടത്തില്ലേ? അല്ലെങ്കിൽ ഇവർ സാധാരണ ഒരു ജോലിക്ക് പോയി ഇവർക്ക് ആ പൈസ കൊണ്ട് ഇളയ കുഞ്ഞിനെ നോക്കാൻ പാടില്ലേ? ഇവർക്ക് എന്തോരം ജോലി ഓഫർ വന്നാൽ സുധി മരിച്ചപ്പോൾ ഇവള് പോകത്തില്ലല്ലോ. ഇവർക്ക് അറിയില്ലെന്ന്. എന്നിട്ടിപ്പോ ഇപ്പൊ ഈ തെരഞ്ഞെടുത്തിരിക്കുന്ന ഫീൽഡ് ഇവർക്ക് അറിയാവുന്ന ഫീൽഡാണോ? അഭിനയം എന്ന് പറഞ്ഞ് ഗോഷ്ടി കാണിക്കുക, ചുമ്മാ ആണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട്. ഇതൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മൾ പറഞ്ഞു പോവാ. ചുമ്മാ ആണുങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് അഭിനയിക്കുന്നത്. എന്നിട്ട് ഇത് ഓൺലൈൻ പിന്നെ ഇവിടെ പബ്ലിക്കിൽ കൊണ്ടിടുന്നത് നമ്മൾ കാണാൻ വേണ്ടിയില്ല. എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കുറെ പാവാടവള്ളികളൊന്നും നമ്മുടെ അമ്മയ്ക്കും അപ്പനും നമ്മുടെ ഭർത്താവിനും അല്ലെങ്കിൽ ഭാര്യമാർക്കും ഒക്കെ വിളിച്ചോണ്ടിരിക്കും. പെങ്ങന്മാരെ വരെ പറയും. അപ്പൊ ഇവള് കാണിക്കുന്ന എല്ലാ കോളത്തരങ്ങളും നമ്മൾ കണ്ടോണ്ടിരിക്കാം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിക്കുന്നത് എപ്പോൾ നോക്കിയാലും ആണുങ്ങളുടെ കയ്യിൽ കയറി തൂങ്ങി നടക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ റിതപ്പാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് റീച്ച് പറഞ്ഞ് ഇവരുടെ എല്ലാ മിസ്റ്റേക്കും ആൾക്കാർ അംഗീകരിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ആ കൊച്ചിനെ കൊണ്ടുവന്ന് ഫ്രണ്ട് ആക്കും. അതിനാണെങ്കിൽ കുളിപ്പിക്കും ഒന്നുമില്ല, ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ അതിനെ കൊണ്ട് നടക്കും. ഇവളീ ആണെങ്കിൽ ഒരിക്കലും മാലയും വളയിട്ട് നടക്കുന്നുണ്ട്. ആ കൊച്ചിന്റെ കഴുത്ത് ഒരു സ്വർണ്ണമാല ഉണ്ടോ? ഇവർക്ക് സ്വർണ്ണമാല അതും മേക്കപ്പ് ചെയ്യാനും പല്ല് ചെയ്യാനും എല്ലാ ലക്ഷ്യങ്ങളും കളയുന്നത്. അതിന്റെ കഴുത്ത് ഒരു മാല ഇട്ട് കൊടുക്കും. അല്ല വേണ്ട, അതിനൊരു വൃത്തിയുള്ള ചെരുപ്പ്, ഒരു വൃത്തിയുള്ള തുണി, അതിനൊന്ന് കുളിച്ച് കൂടെ കൊണ്ടേ നടത്തും. ഒന്നുമില്ല, ചുമ്മാ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വന്നപ്പോൾ കാണാതിരിക്കാൻ പറ്റില്ല, വന്നപ്പോൾ ഒന്ന് കണ്ടുപോട്ടെ ജസ്റ്റ്. അതിനകത്ത് ആ മുടിയുള്ള ചേർക്കുന്നുണ്ടല്ലോ ഇപ്പൊ അഭിനയിക്കാൻ കൂടില്ല. അവൻ വന്നു ഇപ്പൊ ഇതൊക്കെ നടത്തിക്കുക.
ഋതപ്പനൊക്കെ ആര് മൈൻഡാണ്, അവനെ വന്ന് കെട്ടിപ്പിടിക്കുക. എന്റെ വീട്ടിലേക്ക് ആര് വന്നാലും കെട്ടിപ്പിടുത്ത ഉറപ്പാണ്. ആ കൊച്ചവിടെ കണ്ടുകൊണ്ട് ചുമ്മാ നിൽക്കും. ആ കൊച്ചിനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതിനൊരു വൃത്തിയില്ലാത്ത രീതിയിൽ ഒരുക്കി നിർത്തും. ഇതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാർ കൊണ്ട് പറയും, പിന്നെ നിങ്ങളാണോ ആ കൊച്ചിനെ ഇതാക്കുന്നത്, അങ്ങനെ ഇങ്ങനെ എല്ലാം എന്ന് പറയും. പക്ഷെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, ഇവളെക്കാളും തരം താന്ന കൾച്ചർ ഇല്ലാത്ത ആൾക്കാരാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ കേട്ട ആ ഒരു സ്ത്രീയുടെ വോയിസ്, അവർ പറയുന്ന കറക്റ്റ് കാര്യങ്ങളാണ്. ഓരോ സ്ത്രീകളും ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അമ്മാതിരി അഴിഞ്ഞോട്ടല്ലേ രേണുസുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനൊരു പേര് വിധവ. മക്കളെ നോക്കാൻ വേണ്ടി, കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ എന്ന് വെച്ചാൽ ലോകത്തിലെ ആദ്യത്തെ വിധവയാണല്ലോ. എത്രയോ സ്ത്രീകളുണ്ട് ഭർത്താവ് മരിച്ചു പോയതും ഭർത്താവ് ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പല രീതിയിലുള്ള ജോലി ഓഫറും കാര്യങ്ങളൊക്കെ വന്നതാ. പക്ഷെ അതൊന്നും സ്വീകരിക്കാതെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയതിന്റെ ഉദ്ദേശം എന്താണ്? സുധിയുടെ പേര് വെച്ചിട്ട് വൈറലായി ബിഗ് ബോസിലെത്തി. എങ്ങനെയോ ബിഗ് ബോസിലെത്തി. നല്ല വഴിയാണോ ഇവള് വന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണോ രേണുസുതി ഇപ്പൊ ഈ ഒരു സെലിബ്രിറ്റി എന്നുള്ളൊരു പട്ടം കെട്ടി നിൽക്കുന്നത്? ഒരിക്കലും അല്ല. നെഗറ്റീവിലൂടെ വന്ന ഒരാളാണ്. നെഗറ്റീവ് റീച്ചിലൂടെ വന്ന ബിഗ് ബോസ് വരെ എത്തിയ ഒരാളാണ്. ഈ ഒരു റീച്ച് അധികം നാളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലും കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങി ജീവിതം അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാനുള്ളതിന് സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് കണ്ട ആണുങ്ങളുമായിട്ട് കടന്ന് കെട്ടിമറിയുക, കെട്ടിപ്പിടിക്കുക, വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുക, ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുക, മീഡിയക്കാരുടെ മുന്നിൽ കടന്നുകൊണ്ട് വൃത്തികേട് കാണിക്കുക, ഇതൊക്കെയാണ് ഇവളുടെ പരിപാടി. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കും. അല്ലാത്ത പക്ഷെ വീഡിയോസും കാര്യങ്ങളൊക്കെ മീഡിയകളിൽ വരാതിരിക്കട്ടെ, അപ്പൊ നമ്മളൊക്കെ മിണ്ടാതിരിക്കാം. പക്ഷെ വൃത്തികെട്ട രീതിയിലുള്ള വീഡിയോസും ഇവളുടെ അഴിഞ്ഞാട്ടം ഒക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലെ ആൾക്കാർ പ്രതികരിക്കും. പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇവളുടെ അതേ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരായിരിക്കണം. കുറെ എണ്ണങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇവൾക്ക് സപ്പോർട്ട് പറയാനായിട്ടും. ഇവളുടെ പാവാട വള്ളികൾ എന്ന് തന്നെ പറയാം. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇവളുടെ പുറകെയുള്ള ഈ മീഡിയക്കാരുടെ നടപ്പ് ഒഴിവാക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇവള് രക്ഷപ്പെട്ടു പോകും. അല്ലാത്ത പക്ഷം ഇവള് വീണ്ടും വീണ്ടും സമൂഹത്തിന് മുന്നിൽ ഇതുപോലെ തെറി കേട്ടുകൊണ്ടേയിരിക്കും. അതിന് കാരണക്കാരി ഇവള് തന്നെയാണ്. കാരണം എവിടെ പോയാലും ഉണ്ടാവും ഒരു 100 മീഡിയക്കാർ ഇവളുടെ പുറകെ. എന്നിട്ട് അവള് തിരിയണതും മറിയണതും എല്ലാം എടുത്ത് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇടും. ഇത് കാണുന്ന ആൾക്കാർ ഈ രീതിയിലല്ലാതെ പിന്നെ എങ്ങനെ പ്രതികരിക്കണം? അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇവക്കൊന്ന് ഒതുങ്ങിക്കൂടെ? കാത്തിരിക്കുകയാണ് ഞാൻ. നാളത്തെ ദിവസം എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്തോ അതിനെ.